ആ മാർച്ച് മാസം മുഴുവനും ഉറക്കമില്ലാത്ത കുറേ രാത്രികളെ കൊണ്ട് അല്ല നമുക്ക് മണിച്ചേട്ടൻ്റെ പാട്ടുകൾ മണിച്ചേട്ടൻ പറയുന്നത് എന്താ പറയുക, ഒന്നും തുറന്നു നോക്കാൻ പറ്റാത്ത അവസ്ഥ. അത് നമ്മൾ നോക്കലും ഇല്ല. അല്ലെങ്കിലും പണ്ട് നോക്കുന്ന പോലെ ഇപ്പം നമുക്കറിയാം എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്. പിന്നെ അത് കേസന്വേഷണമായി, പ്രശ്നങ്ങളായി, ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ, അത് വിളിക്കാൻ തുടങ്ങി, ഓരോരുത്തർ വിളിക്കാൻ, ചാനൽ ചർച്ച, കാര്യങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. പക്ഷേങ്കിൽ അത് എന്താ പറയുക, നമുക്ക് ഈ ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു സാധനം കയറി കഴിയുമ്പം അത് അറിയാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് കുറേ അങ്ങനത്തെ പാട്ടുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഈ ബാച്ചിലർ ലൈഫ് എന്ന് പറഞ്ഞ, അല്ല, ബാച്ചിലേഴ്സ് പാർട്ടി എന്ന് പറഞ്ഞ പാട്ട് ഇറങ്ങിയപ്പം, ബാച്ചിലർ ലൈഫാണ് ഭയം എന്നയ്യപ്പ, ഈ പാട്ട് ഇങ്ങനെ ഉറക്കത്തിൽ കിടന്ന് പാടും നമ്മൾ. അത് മണിച്ചേട്ടനുള്ള സമയമാണ്. മണിച്ചേട്ടൻ വണ്ടിയിൽ നിന്ന് ഇത് കേട്ടിട്ട്, മണിച്ചേട്ടൻ വിഷ്ണുവാണ് ചെറുപ്പം ചെയ്ത്, അപ്പോൾ ഓടുന്നത് ഇതൊക്കെ നമ്മൾ ആവാഹിക്കും ചിലപ്പം. എന്ന് പറഞ്ഞാൽ കുറേ പാട്ടുകൾ നമ്മളങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കിടക്കും, ഉറക്കം കിട്ടും, ഉറങ്ങുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതൊരു വേറൊരു ഫീലാണ്. അങ്ങനെയായിരുന്നു കുറച്ച് കാലം. മണിച്ചേട്ടനുണ്ട്, മരിച്ചു എന്ന ചിന്തയില്ല. അതുകൊണ്ടാണ് കുറച്ച് ഞങ്ങളെല്ലാവരും ഉണ്ട് സിനിമയിൽ. നമ്മുടെ മണിച്ചേട്ടൻ്റെ ഫ്രണ്ട്സും എല്ലാവരും എല്ലാ വർഷവും ജനുവരി 1-ാം തീയതി ആഘോഷിക്കുന്നത് ബർത്ത്ഡേ ആണ്. കാരണം ഞങ്ങൾ മാർച്ചിൽ എങ്ങോട്ടും പോലെ പള്ളിയിൽ പോവും, അച്ഛൻ മണിച്ചേട്ടൻ്റെ പേരിൽ ഒരു കുർബാനയിലേക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഓർഫനേജ് കൊണ്ട് ഫുഡും കൊടുക്കും. അല്ലാതെ ചാലക്കുടിയിലെ ആഘോഷം, ആഘോഷമാണ് ഓരോരുത്തർക്ക് മാർച്ച് 6-ാം തീയതി നടത്തുന്നത്. അപ്പോൾ ആ അവാർഡ് കൊടുക്കുന്നു, പുരസ്കാരം കൊടുക്കുന്നു, ഇത് ഞങ്ങൾ ആ പരിപാടിക്കേ പോകില്ല. ഞങ്ങളെ ആദ്യത്തെ പ്രാവശ്യം വിളിച്ചു, ഞങ്ങൾ പറഞ്ഞു ഈ പരിപാടിക്കില്ല, ജനുവരി 1-ന് നിങ്ങൾ എന്ത് വേണം നടത്തിക്കും. അത് മണിച്ചേട്ടൻ്റെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു. മണിച്ചേട്ടൻ്റെ ആഘോഷം എന്ന് പറയുന്നത് ജനുവരി 1-ആണ്. മണിച്ചേട്ടൻ മരിച്ചിട്ടില്ല, ഇപ്പോഴും മരിച്ചിട്ടില്ല. നമ്മളിപ്പോഴും സംസാരിക്കുന്ന മണിച്ചേട്ടനെ കുറിച്ചാണ്. ആൾ ഷൂട്ടിങ്ങിന് എവിടെ പോയിട്ടുണ്ടാവും. പക്ഷേ എങ്കിൽ ജനുവരി 1 ഞങ്ങൾ ഇപ്പോൾ ഒരു ഓർഫനേജ് എല്ലാം നമ്മൾ പോകാൻ പറ്റുന്ന പല സ്ഥലങ്ങളും, ഇപ്പോൾ നമ്മൾ കുറേ വർഷങ്ങൾ 2016 മുതൽ മണിച്ചേട്ടൻ മരിച്ചു, 2017 മുതൽ 16 മണിച്ചേട്ടൻ മരിക്കുന്നു. 2016 മണിച്ചേട്ടൻ ചാലക്കുടിയിൽ ആണ് നടത്തിയത് ഫംഗ്ഷൻ. ജനുവരി 1-ന് വലിയ ഫംഗ്ഷനായിരുന്നു അത്. 2000 പേർക്ക് ഫുഡും എല്ലാം കൊടുക്കും പുള്ളി, ഡ്രസ്സ്, പൈസ ഒക്കെ കൊടുക്കും. അതെല്ലാം വർഷങ്ങളായിട്ട് പുള്ളി എന്ന് തുടങ്ങിയോ, പുള്ളിക്ക് എന്ന് സാമ്പത്തിക ഭദ്രത തുടങ്ങിയോ അന്ന് പോലും പുള്ളി തുടങ്ങിയ പരിപാടി. അപ്പോൾ ഞങ്ങളത് കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും പോകുന്നുണ്ട്. ജോബി ചേട്ടൻ, ആദർശിക്കാനെ വിളിക്കും, നമ്മുടെ സിനിമകൾ ഷാജോൻ ചേട്ടൻ, ആഷിക, പ്രചോദേട്ടൻ, നസീർക്ക്, എല്ലാവരും മണിച്ചേട്ടൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരൊക്കെ ഞങ്ങൾ എപ്പോഴും വിളിക്കും. എല്ലാവരും കൂടെ ചേർന്നിട്ടാണ്. മണിച്ചേട്ടൻ്റെ ഫ്രണ്ട്സ് കുറേ, നമ്മുടെ കുഞ്ഞാനിക്ക എന്നൊക്കെ പറയുന്ന കുമാരുണ്ട്, നമ്മുടെ ഇൻഷാദൊക്കെ വരെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മൂവി വേൾഡിൻ്റെ. അപ്പോൾ നമ്മളെല്ലാവരോടും വേണ്ടപ്പെട്ടവരോട് മാത്രം. പിന്നെ അബുദാബിയിലൊരു മനോജ് ചേട്ടനുണ്ട്, അമേരിക്കയിലുള്ളൊരു മനീഷുണ്ട്, അവരുടെ ഒരു ടീമൊക്കെ ഉണ്ട്. നമ്മൾ വിളിക്കും, ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് വിളിക്കണ്ട. ഇപ്പോൾ ആദ്യമൊക്കെ വിളിക്കണമായിരുന്നു. ഇപ്പോൾ 1-ാം തീയതി ഇല്ല, ഇന്ന് ഫംഗ്ഷൻ പ്രാവശ്യം ഇല്ലേ, ഏത് ഓർഫനേജിലാണ് അത്ര. അപ്പോൾ നമ്മളവിടെ അവർക്കുള്ളൊരു ഫുഡ്, ഒരു 10-300 പേരുണ്ടാവും, അവർക്കുള്ളൊരു ഫുഡ്, ഡ്രസ്സ്, നമുക്ക് എന്താ കൊടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ കൊടുക്കും. അതൊന്നൊരു പ്രോഗ്രാമും എല്ലാവരും വന്ന് പെർഫോം ചെയ്യും. അതായത് പുറത്ത് പബ്ലിസിറ്റി കൊടുക്കുന്ന ഒരു പരിപാടിയല്ല. പത്രക്കാർക്ക് അറിയത്തില്ല, ഓൺലൈൻകാർക്ക് അറിയത്തില്ല, ഒരാളെ കൊണ്ട് ഫോട്ടോയും എടുപ്പിക്കില്ല. നമുക്ക് അങ്ങനത്തെ പബ്ലിസിറ്റി വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴായിരിക്കും കുറേ പേര് അറിയുന്നത്. പക്ഷേ ഇത് നടത്തുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പലരും പല അവാർഡ് നൈറ്റൊക്കെ നടത്തുന്നു, മറ്റേത് പരിപാടി എന്ന് പറഞ്ഞ്, അതൊക്കെ അതിൻ്റെ പിന്നിൽ പല കളികളും ഉണ്ടാവും. നമുക്കതറിയാൻ ഞങ്ങളാരും അന്വേഷിക്കാൻ പോകാറുമില്ല. ചിലർ മണിമംഗല്യം എന്നൊക്കെ പറഞ്ഞ് പരിപാടി നടത്തുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. കുറേ പേര് അത് നടത്തുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ, അതിൻ്റെ പിന്നിൽ നല്ലതാണോ ചീത്തയാണോ നമുക്കറിയത്തില്ല, നമ്മളതിനകത്ത് ചെല്ലാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല. പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. നമ്മളതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് പാവങ്ങൾ സഹായിക്കാൻ പറ്റുന്നവർക്ക് വേണ്ടി മണിച്ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം എല്ലാ വർഷവും ജനുവരി 1-ന് നടത്തുന്നുണ്ട്. അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് നടത്തുന്നത്. ഈ അദ്ദേഹം അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മുഴുവനും ഫ്ലോർ ടൈൽ ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ലൈബ്രറി, ഏകദേശം പൊളിഞ്ഞിടുന്ന ലൈബ്രറി മൊത്തവും നന്നാക്കി എടുത്ത് അവിടെ മൊത്തം പുസ്തകങ്ങളാക്കുന്നു. അവിടെ PSC ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്കോ ഗവൺമെൻറ് ഉദ്യോഗം നേടാനായില്ല, എനിക്ക് പോലീസ് ആവാൻ വലിയ ആഗ്രഹമായിരുന്നു, എനിക്കത് പറ്റിയില്ല, ഇനി വരുന്ന ആളുകൾ ആവട്ടെ എന്നുള്ളത്. അപ്പം ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ആൾ എളുപ്പമായിരുന്നു അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളിലും. അത് ഉറപ്പായിട്ടും അത് വിഷമത്തോടുകൂടി അദ്ദേഹം വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടംപോലെ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പം മറ്റവനെ പറ്റിച്ചിട്ട് വേടാ, എനിക്കറിയാവുന്നവനെ പറ്റിക്കുകയെന്ന് 5000 രൂപയും 10000 രൂപയൊക്കെ വന്ന് ആ പേരും പറഞ്ഞ് ആശുപത്രി ഇന്ന കേസ് എന്നൊക്കെ പറഞ്ഞ് ജെനുവിൻ ആൾക്കാർ വന്ന് മേടിക്കുന്നതും പലരും ആ മനുഷ്യനെ പറ്റിച്ച്. ഇപ്പം മണിച്ചേട്ടൻ എപ്പോഴും പറയും, പുള്ളി അവിടെ ക്രിസ്മസിന് എല്ലാവർക്കും അരി, ഇറച്ചി, കേക്ക് അതൊരു പാക്കാക്കി ഇവരെല്ലാവരും പല ചാലക്കുടി ഭാഗങ്ങളിലൊക്കെ കുറേ വീടുകളിൽ കൊടുക്കുമായിരുന്നു. 5 കിലോ അരി, 1 കിലോ കേക്ക്, 2 കിലോ ഇറച്ചി, അങ്ങനെ എന്തായിരുന്നു കൊടുത്തോണ്ട് പണ്ട്. അത് കൃത്യമായിട്ട് പുള്ളി എല്ലാ ക്രിസ്മസിനും അപ്പോഴേ കൊടുക്കുമായിരുന്നു. എല്ലാം കൊടുക്കും. എന്നിട്ട് ഈ അരി എന്ത് ചെയ്യും, ഇവന്മാർ ഈ അരി കിട്ടിയവർ ഈ അരി കൊണ്ട് മറിച്ച് വയ്ക്കും.
മറിച്ച് വിറ്റിട്ട് അത് മദ്യപിക്കാൻ വേണ്ടിയിട്ടാണ്. മണിച്ചേട്ടൻ ഇതറിഞ്ഞു, ഭയങ്കര വിഷമമായി പുള്ളി ഇടയ്ക്ക് പറയും അവർക്കൊന്നും കൊടുത്തിട്ട് കാര്യമില്ല, അവരുടെ വീട്ടിലേക്ക് കൊടുത്താണ്, അതുകൊണ്ടേ മറിച്ച് വയ്ക്കുകയാണ്. ആലോചിച്ച് നോക്കി. അങ്ങനത്തെ ഉള്ള ആൾക്കാർ അത് മണിച്ചേട്ടനൊക്കെ ഭയങ്കര വിഷമമാണ്. ഞാൻ ഇടയ്ക്ക് പറയായിരുന്നത് അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇനി പ്രോഗ്രാമിനൊക്കെ ചെല്ലുമ്പോഴും എനിക്ക് തോന്നുന്നു ഒരു മിനിസ്റ്റർക്ക് കിട്ടുന്നതിനേക്കാട്ടിലും നിവേദനം മണിച്ചേട്ടന് കിട്ടും. അമ്മമാർ കത്തെഴുതിയിട്ട് മോനെ എൻ്റെ കൊച്ചിന് ഇതാണ്, എനിക്ക് ക്യാൻസറാണ്, അതാണ് ഇതാണ് അസുഖമാണ്. ഇപ്പോൾ മണിച്ചേട്ടൻ മേടിക്കുന്ന പൈസയിൽ ഒരു 3/4 പൈസയും ആ സ്റ്റേജിൽ തന്നെ അവിടെ കൊടുത്തിട്ട് ഇവിടെ കൊടുക്കുക, 5-10 രൂപ കൊടുക്കണം, 15 രൂപ കൊടുക്കണം, അങ്ങനെ കൊടുത്ത് തീർക്കും. എന്ത് ചോദിച്ചാലും പുള്ളി കൊടുക്കും. വേണ്ട ഇല്ല എൻ്റെ കയ്യിൽ ഇല്ലാട്ടോ എന്ന് ഷർട്ടൂരി കൊടുത്ത കഥയുണ്ട്. ഷർട്ടൂരിയിട്ട് അയ്യോ ഞങ്ങൾ മലക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രോഗ്രാം, എനിക്കൊന്ന് വിഷുവാണോ ഓണാണെന്ന് തോന്നുന്നു, ഷോ നടക്കുക. അവിടുത്തെ ഒരു 10-300 കുടുംബങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ഏതൊരു ചാനലിന് വേണ്ടിയിട്ടാണ് ഷോ നടക്കുന്നത്. ടീ എസ്റ്റേറ്റുള്ള ഗ്രാമങ്ങളാണ്. എന്നുവെച്ചാൽ എനിക്കൊന്ന് നമ്മുടെ ആദിവാസികൾ പോലത്തുള്ള അവർക്ക് വേണ്ടി ഒരു ഫംഗ്ഷൻ നടത്തുകയാണ്. ഫുഡ് ഒക്കെ മണിച്ചേണ്ടാവുക. ഫുഡ് അന്ന് ശ്രീലക്ഷ്മിയുള്ള സമയമാണ്. മറ്റേ ഇത് ടെക്സ്റ്റൈൽസ് ശ്രീലക്ഷ്മി എന്നവർക്ക് കമ്പിളിപ്പുതപ്പ്, ഡ്രസ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ അന്ന് ആങ്കർ ചെയ്തു. അങ്ങനെ ഞാൻ ഇവിടെ ചെല്ലുന്നു. അപ്പം ഒരു നോമ്പ്, ഞങ്ങൾക്ക് നോമ്പും മറ്റേത് വിഷു ആ ഒരു സമയം, വിഷു. അപ്പം അങ്ങനെ എന്തൊരു പരിപാടിയാണ്. അപ്പം ഞങ്ങൾ പോകുന്നു, രാവിലെ പോകുന്നു, അവിടെ ചെന്നു 3-4 മറ്റേ ചാനലിൻ്റെ വണ്ടി വരുന്നു, മണിച്ചേട്ടൻ്റെ വണ്ടി പോകുന്നു, അങ്ങനെ പോകുന്നു. ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് പോകുന്നു. അവിടെ ചെന്നു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പം മണിച്ചേട്ടൻ ഒന്നൊരു സിൽക്കിൻ്റെ ഷർട്ട്, നല്ല സ്റ്റൈലിനൊരു ഷർട്ട് ഇട്ടേക്കുന്നത്. മണിച്ചേട്ടൻ ഒരാൾ എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചു, മണിച്ചേട്ടാ ആ ഷർട്ട് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. പിന്നെന്താ ആ ഷർട്ട് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. പിന്നെന്താ എന്ന് പറഞ്ഞിട്ട് ആ ഷർട്ട്, അയാളുടെ ഒരു ചീഞ്ഞണിഞ്ഞൊരു ഷർട്ട് മണിച്ചേട്ടന് കൊടുത്തു. മണിച്ചേട്ടൻ ഈ സിൽക്കർ ഷർട്ട് ഊരി അപ്പം വെച്ച് കൊടുത്തു. എന്നിട്ട് മണിച്ചേട്ടൻ മറ്റേ ഷർട്ട് കുറേ നേരം എന്നിട്ട് ഞങ്ങൾ വേറെ ഷർട്ട് എടുത്തിട്ട് അത് ഊരി മേടിച്ചു. അത് മോശമല്ല, ചാനലിൽ വരുന്നത്. അങ്ങനെ മണിച്ചേട്ടനോട് ചോദിച്ചാൽ പുള്ളി അത് കൊടുക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അറിഞ്ഞ് ചെയ്യുന്നതും അറിഞ്ഞും പുള്ളി നമ്മൾ എന്തോരം കാര്യങ്ങൾ മറ്റുള്ളവരറിയാതെ ചെയ്യുന്നുണ്ട്. പലരും ഞാനത് ചെയ്തു എന്നൊക്കെ പറയില്ല. ഇന്നുവരെ മണിച്ചേട്ടൻ ചെയ്തൊരു കാര്യം അറിയില്ല. അപ്പോൾ മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എത്രയോ ഫാമിലി ആൾക്കാർ ഞങ്ങളെ വിളിക്കുമായിരുന്നു, എന്നെ വിളിക്കുമായിരുന്നു. മോനെ ഞങ്ങൾക്ക് ഇങ്ങനെ സഹായം കിട്ടിക്കൊണ്ടിരുന്ന, ഇനി അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ച് നമുക്കിപ്പോൾ ഒന്നും എടുത്ത് നമുക്ക് അതിനുള്ളൊരു പ്രാപ്തിയോ കാര്യങ്ങളോ ആയിട്ടില്ല. മണിച്ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്നത് കൃത്യമായിട്ട് നടന്നു പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചു. പക്ഷേ ഒരുപാടുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഒത്തിരി പേര് വിളിക്കുമായിരുന്നു. ഇപ്പം ആരും വിളിക്കാറില്ല. ഞാൻ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, നമ്മൾ മണിച്ചേട്ടൻ്റെ ഒരു ജോലിക്കാരൻ മാത്രമായിരുന്നു. മണിച്ചേട്ടൻ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. സത്യമായിട്ടും നമുക്കറിയത്തില്ല. മണിച്ചേട്ടൻ എങ്ങനെയാണ് ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്നതെന്നോ അല്ലെങ്കിൽ മണിച്ചേട്ടൻ അത് ഏത് അക്കൗണ്ട് വഴിയാണ് കൊടുക്കുന്നത് ഒന്നും നമ്മൾ അന്വേഷിക്കാനും പോയിട്ടില്ല. നമുക്കറിയത്തില്ല അതിനെക്കുറിച്ച്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ എന്നെ വിളിക്കുന്നതോടൊക്കെ ഞാൻ പറഞ്ഞു നമുക്കറിയത്തില്ല, നമുക്ക് അല്ലാതെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇപ്പം ആരും അങ്ങനെ വിളിയൊന്നുമില്ല. ആദ്യത്തെ ഒരു 1-2 മാസവും 1 വർഷത്തോളം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പ്രശ്നമില്ല. ഇപ്പം എല്ലാവർക്കും അറിയാം. കാരണം അതിനുള്ള വരുമാനം നമുക്കില്ലാന്നും നമ്മളെങ്ങനെ ജീവിച്ചു, മണിച്ചേട്ടൻ തരുന്ന പൈസ കൊണ്ട് നമ്മളും ജീവിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഇല്ല, അങ്ങനത്തെ വിളികൾ ഇപ്പോൾ വരാറില്ല. ഈ അങ്ങനെയുള്ള കുറിപ്പുകൾ ശ്രദ്ധയിൽപ്പെടാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ഞങ്ങളങ്ങനെ ഒന്നും നോക്കാറില്ല. ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പല പല കാര്യങ്ങൾ വരാറുണ്ട്. പക്ഷെ നമ്മളാരും നോക്കാറില്ല. കാരണം മണിച്ചേട്ടൻ മരിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ പലരും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിടാറുണ്ട്. ചിലർ നല്ല കാര്യങ്ങൾ എഴുതാറുണ്ട്, ചിലർ അല്ലാത്ത കുറേ നെഗറ്റീവ് കാര്യങ്ങൾ. പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇതിലൂടെ കെട്ടിയിലൂടെ പോകാമെന്ന് പറയുന്ന പോലെ തന്നെ ഒഴിവാക്കുള്ളൂ. അതുകൊണ്ട് നമുക്കത് നോക്കാറില്ല ശരിക്കും പറഞ്ഞാൽ. 10 മുതൽ 15 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ നിരന്തരമായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ എന്താ പറയുക, എയർപോർട്ടിൽ പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെക്കിങ്ങിൽ പിടിച്ചു നിർത്തുക. എന്നാൽ ആ കേസുകളിലൊക്കെ തന്നെ അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്യും. എന്തായിരുന്നു ആളുകൾക്ക് അദ്ദേഹത്തിനോടുണ്ടായിരുന്ന ആ വൈരാഗ്യം? പേഴ്സണലായി സംസാരിച്ചില്ല. അങ്ങനെ നമ്മൾ സംസാരിക്കാറില്ല. അങ്ങനെ പേഴ്സണൽ ചോദിക്കും, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. ഒരു പ്രശ്നങ്ങൾ വരികയാണ് തന്നെ. എനിക്കറിയത്തില്ല എയർപോർട്ടിൽ വിഷയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകുന്ന വഴിക്കാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞാനാണ് കൂടെ ഉള്ളത്. അപ്പോൾ ഞാനുണ്ട്, ഷിബു എന്ന് പറഞ്ഞൊരാളുണ്ട്, മണിച്ചേട്ടൻ. ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് ഷോ കഴിഞ്ഞ് വരിക. ഇറങ്ങി പോകുന്ന വഴിക്ക് ഒരു കസ്റ്റംസിലൊരു സാറ്, എന്താ പണി, കയ്യിൽ വലിയ വളയൊക്കെ ഉണ്ടല്ലോ, സ്വർണ്ണക്കടത്താണോ? അന്ന് സ്വർണ്ണക്കടത്തിൻ്റെ സമയം. അങ്ങനെ എന്താ വിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ലഗേജ് എടുക്കാൻ നിൽക്കുന്നു. അത് ആ മണിച്ചേട്ടൻ്റെ ചുറ്റും ആൾ കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പോൾ അവർക്ക് അവരുടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടോ എന്തോ വന്നപ്പോഴാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ചോദ്യം. പിന്നെ അത് മണിച്ചേട്ടൻ ആണോ എന്നാ നോക്കിയോ എന്ന് പറഞ്ഞിട്ട്, സ്വർണ്ണക്കടത്താണോ നോക്കിയോ എന്ന് പറഞ്ഞിട്ട്, ഞാൻ കൊണ്ടുപോയത് തന്നെയാണ് എന്നും പറഞ്ഞിട്ട് വളയം ഊരി കൊടുത്തു. അതാണ് ആ ഇഷ്യൂയിലേക്ക് മാറിയത്. അദ്ദേഹം ഒരു ക്യാഷ്വലായിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ അത് ആകെ പുലിവാലായി.
പിന്നെ ലാസ്റ്റ് അതൊക്കെ കോംപ്രമൈസ് ആയി. കാരണം കോംപ്രമൈസ് അല്ല, അത് മണിച്ചേട്ടനൊന്നും ചെയ്തിട്ടില്ല. വളയൂരി എറിഞ്ഞു, ഒറ്റ തല്ലാൻ പോയി, പിടിക്കാൻ പോയി. അവിടെ നടന്ന കാര്യം അതാണ്. പുള്ളിക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടിയിട്ടാണ് പുള്ളി ആദ്യം ഇറങ്ങിയത്. അവിടെ ഞാൻ ഇവിടെ ടോയ്ലറ്റിൽ പോകാമെന്ന് പറഞ്ഞാൽ വേണ്ട, നമുക്ക് പാടിയിൽ പോയിട്ട് പോകാമെന്നും പറഞ്ഞിട്ടാണ്, പെട്ടെന്ന് ലഗേജ് എടുത്തു പോകാമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ ശിവ തൊട്ട് പുറപ്പോണ്, ഞാൻ ലഗേജ് എടുക്കാൻ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം അവിടെ ആവുന്നത്. എന്നിട്ട് ഞാൻ രണ്ടാമത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, സാറേ വള തരിക, ഇനി വള തരാൻ പറ്റില്ല, ഇനി ഇതായി ക്യാമറ ഉണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് മണിച്ചേട്ടൻ ഇങ്ങനെ ഊരി, എന്നാൽ സാറ് നോക്കിയോ എന്ന് പറഞ്ഞാൽ അതാണ് എറിഞ്ഞു എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഇത് മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കുകയാണ്. അതിനുശേഷം ഈ എയർപോർട്ട് ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ആ വള പിടിച്ച് ഈ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ വള ഇങ്ങനെ മറ്റേ കേസെല്ലാം കഴിഞ്ഞിട്ട് ആ വള പിടിച്ച് വരുന്നൊരു വിഷ്വൽ ഉണ്ടായിരുന്നു. അതെ. എന്താ അല്ല, അതൊക്കെ ആ സമയത്തെ ഓരോ പ്രശ്നങ്ങൾ, ചെറിയ കാര്യങ്ങളാണ്. അത് മണിച്ചേട്ടൻ പ്രതികരിക്കേണ്ടടുത്ത് എന്തായാലും പ്രതികരിച്ചിട്ടേ പോകുള്ളൂ. അപ്പോൾ മണി സ്വർണം കടത്തുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാറ് നോക്കിയോ സ്വർണം കടത്താണോ എന്ന് നോക്കിയോ, അങ്ങോട്ട് ഇട്ടുകൊണ്ട് പോയത് തന്നെ എന്ന് പറഞ്ഞിട്ട് അത്രേ പറഞ്ഞുള്ളൂ. നോക്കിയോ എന്ന് പറഞ്ഞാൽ ഊരി കൊടുത്തില്ലേ, ഊരി ഇങ്ങനെ ടേബിളിലേക്ക് വെച്ച് കൊടുത്തില്ലേ, അതാണ് ഈ എറിഞ്ഞു എന്ന് പറയുന്നത്. പ്രതികരണശേഷി അങ്ങനെ അത് അവസാന നിമിഷം വരെ പുള്ളി, അതാരായാലും പുള്ളി പ്രതികരിച്ചേ പറ്റുള്ളൂ. പുള്ളി പ്രതികരിക്കും, വേറെ ആരും സാരല്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും പോവില്ല. മണിച്ചേട്ടൻ പ്രത്യേകിച്ച് പോവില്ല. അത് പ്രതികരിച്ച് പറഞ്ഞു കൊടുത്തിട്ടേ പോകുള്ളൂ. അതൊരു ധൈര്യം തന്നെയാണ് ആള്. നമുക്കൊക്കെ ഒരു ധൈര്യമായിരുന്നു. ചേട്ടൻ ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷനില്ല. ചേട്ടൻ സ്റ്റേജിലേക്ക് എത്തുന്നോടം വരെയുള്ള ടെൻഷനുള്ളൂ നമുക്ക്. ഷൂട്ടിങ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓടി എത്തുന്നോടം വരെയുള്ള ടെൻഷനേ ഉള്ളൂ. പക്ഷെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി, പിന്നെ ആൾ നോക്കിക്കോളും. ഈ പാടി എന്ന സ്ഥലം, അവിടെയുള്ള നിങ്ങളുടെ ഉണ്ടായിരുന്ന സങ്കേതങ്ങൾ, നിങ്ങളുടെ സൗഹൃദങ്ങൾ, തമാശകൾ, പാട്ടുകൾ, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനത്തെ സൗഹൃദ സദസ്സുകൾ ഒരുപാട് നടക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അതായത് കൂട്ടുകാരൊത്ത് കൂടുന്നുണ്ട്. ഇപ്പം ഞാൻ പ്രസീത ചാലക്കുടി എന്നുള്ളൊരു കലാകാരി ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നു അവരുണ്ടായിരുന്നു എപ്പോഴും അവിടെ പാട്ടും തമാശകളൊക്കെ നമുക്ക് കേൾക്കാം എന്നുണ്ടായിരുന്നത്. ഇത് നിങ്ങൾ ഒരുപാട് ആസ്വദിച്ചൊരു സ്ഥലമാണ് ഈ പാടി എന്ന് പറയുന്നത്. പിന്നെ ഈ പാടി എന്നുള്ളൊരു വാക്ക് കേൾക്കുന്നത് തന്നെ ഭയങ്കര ഒരു ഭയം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തിയ സമയമില്ലേ? ഭയമൊന്നും ഉണ്ടാക്കില്ല. നമുക്ക് പാടി എന്താണെന്ന് നമ്മുടെ മനസ്സിലുണ്ട്. അതിൽ ചാലക്കുടി അങ്ങ് എത്തുമ്പോൾ, അങ്കമാലി കഴിഞ്ഞ് ചാലക്കുടിയിലേക്ക് കയറുമ്പോൾ നമ്മൾ അറിയാണ്ട് ആ പാലം കയറുമ്പോൾ തന്നെ അങ്ങോട്ട് നോക്കിപ്പോകും. ഇപ്പോഴും നോക്കും. അവിടെ പാടി, ആ പാലത്തിൻ്റെ അവിടെ നിന്ന് കാണാതിരുന്ന പാടി, പാലത്തെ കൂടെ പാസ് ചെയ്യുമ്പോൾ ചെണ്ട പാടി, അവിടെ ഉണ്ടോ പാടി, അത് ആരും അറിയാണ്ട് പറഞ്ഞു പോകും നമ്മൾ. ആ പാടി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇപ്പം ഇങ്ങനെ കിടക്കുന്നത് നടത്തി, ഇപ്പം ഞങ്ങളങ്ങോട്ട് ആരും പോകാറില്ല. പക്ഷേങ്കിൽ ആ പാടിയുടെ ഒരു പണ്ടുണ്ടായിരുന്ന പാടി നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ പാടിയായിട്ട് തന്നെയുണ്ട്. അവിടെ മണിച്ചേട്ടനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. കുക്കിങ്ങും കാര്യങ്ങളും പാട്ടും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ നടക്കും. ഒരു വിഷമമുണ്ട്. പക്ഷെ അതിനൊരു ഉന്മാദത്തിന്റെ കേന്ദ്രമാക്കിയിട്ട് ആ മാർച്ച് മാസം മുഴുവനും പല വാർത്തകളിൽ വന്നപ്പോൾ അതൊന്ന് സ്ഥിരീകരിക്കണം, ഇതല്ലായിരുന്നു അവസ്ഥ, അവിടുത്തെ അവസ്ഥ എന്ന് പറയണം എന്ന് തോന്നിയിട്ട് കാര്യമില്ല. നമുക്ക് പറയാൻ പറ്റില്ല. വോയിസ് ഇല്ലായിരുന്നു. വോയിസിന്റെ മാത്രം നമ്മൾ ഒരാളായി പോകും, ഒറ്റയ്ക്കായി പോകും. മറ്റെല്ലാം ആക്രമിക്കാൻ നിൽക്കുകയാണ്. കാരണം വലിയൊരാളാണ് പോയേക്കുന്നത്, കൂട്ടുകാരാണ് അത് ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ളൊരു പേരൊക്കെ വന്നേക്കല്ല. അപ്പം പിന്നെ നമുക്ക് അവിടെ പ്രതികരിച്ചിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ ദൈവം അത് തെളിയിക്കേണ്ട സമയത്ത് തെളിയിക്കേണ്ട ആൾക്കാർ തെളിയിച്ചു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആർക്കും ശബ്ദവും മിണ്ടവും വേണ്ട. ഇപ്പോൾ മണിച്ചേട്ടൻ്റെ പേരിൽ മറ്റേ എന്താ പറയുക, ഫെസ്റ്റിവൽ നടത്തുക, ഫൗണ്ടേഷൻ നടത്തുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ. അദ്ദേഹത്തിൻ്റെ അനിയൻ RLV രാമകൃഷ്ണൻ, ഇപ്പോൾ അദ്ദേഹം പ്രൊഫസറാവാൻ വേണ്ടി പോകുന്നു. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു ഈ അടുത്ത്. അദ്ദേഹം വലിയ വിഷമഘട്ടത്തിലൂടെ കടന്നു പോവുകയും സപ്പോർട്ട് എല്ലാ ഭാഗത്തു നിന്നും വരികയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം പറയുന്നത്, എനിക്ക് എൻ്റെ ഏട്ടനുണ്ടായിരുന്നെങ്കിൽ എനിക്കിന്ന് ഒരുപാട് ബലമുണ്ടായിരുന്നു എന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് അദ്ദേഹത്തെ വിളിക്കുകയോ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നു ജിൻഡോ ചേട്ടൻ? ഞാൻ അങ്ങനെ അവരുമായിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് ഒരു സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ച ആദ്യം, ഹസനോടി മന്നാടിയാർ സ്പീക്കിംഗ്. പിന്നെ ഞാൻ ആ പടമൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരു സൗഹൃദം കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ മണിച്ചേട്ടൻ്റെ അടുത്തേക്ക് മാറി. പടമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മണിച്ചേട്ടൻ്റെ കൂടെ പിന്നെ ഞാൻ മണിച്ചേട്ടൻ്റെ ഇതിലേക്ക് ആയിപ്പോയി. പിന്നെ കണ്ണൻ ഞങ്ങൾ വിളിച്ചോളൂ. കണ്ണനായിട്ട് അങ്ങനെ വലിയ ബന്ധങ്ങളില്ലായിരുന്നു. മണിച്ചേട്ടനായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ അങ്ങ് പോകും. ഈ മണിച്ചേട്ടൻ അനിയൻ്റെ ഈ ഒരു കഴിവില്ല, അല്ലെങ്കിൽ അദ്ദേഹം പല ഇതിനും റാങ്ക് വാങ്ങിച്ചിട്ടൊക്കെയാണല്ലോ പാസ്സായിട്ടുണ്ടായിരുന്നത്, അതിൽ വലിയ പ്രൗഡായിരുന്നു എന്നൊക്കെ? ഉറപ്പായിട്ടും പല സ്ഥലത്തും മണിച്ചേട്ടൻ മനോരമയിലൊക്കെ വിളിച്ച് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവന് എൻ്റെത് കിട്ടിയിട്ടുണ്ട്, അവന് ഇതൊന്നും ചെയ്തു കൊടുക്കണം. അത് മണിച്ചേട്ടൻ ഭയങ്കര ഇതായിരുന്നു. അനിയൻ മണിച്ചേട്ടൻ എത്താൻ പറ്റാത്ത വിദ്യാഭ്യാസമാണെങ്കിൽ എല്ലാം കൊണ്ടും അവൻ കണ്ണൻ അതിൻ്റെ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. അത് മണിച്ചേട്ടൻ ഭയങ്കര പ്രൗഡ് തന്നെയായിരുന്നു. ഇപ്പോഴും ഭയങ്കര കാര്യമായിരുന്നു, ഇഷ്ടമായിരുന്നു. മണിച്ചേട്ടൻ്റെ മകൾ ശ്രീലക്ഷ്മി, ഭാര്യ,
അവരിപ്പോൾ എന്ത് ചെയ്യുന്നു? അവർ സന്തോഷത്തിലാണോ? സന്തോഷത്തിലായിരിക്കും. കാരണം അവർക്ക് അവരുടെ ഒരു സർവൈവ് ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അവരിപ്പം എനിക്കൊന്ന് ഡോക്ടറേറ്റിനൊക്കെ പഠിച്ച് നിൽക്കാന്ന് തോന്നുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് അങ്ങനെ അധികം വലിയ ബന്ധമില്ല. ഞങ്ങളങ്ങനെ അങ്ങനെ പോകാറില്ല അങ്ങോട്ട്. പഠിച്ചതിനുള്ള സമയത്തും അങ്ങനെ വീട്ടിലേക്ക് പോകാറില്ല. പാടിയിൽ വെച്ച് കാണും, സംസാരിക്കും. ഫാമിലിയെക്കുറിച്ച് അങ്ങനെ ചോദിക്കലോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. മോളെപ്പോഴും പാടി വരുമായിരുന്നു ആ സമയത്ത്, ചെറുതായിരുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളിപ്പം അവിടെ കൂട്ടുകാരോടൊക്കെ ചോദിക്കും, ഇപ്പം മോളെന്താ ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ ഒരു അല്ലാതെ എന്താ ഉണ്ട് നമ്മൾ മകളെ പോലെ കാണുന്ന ഒരു എന്താ പറയുക നല്ല രീതിയിലുണ്ടല്ലോ എന്നുള്ളവർ അറിയാൻ വേണ്ടി ഇപ്പോൾ ഡോക്ടറേറ്റ് പഠിക്കുകയാണ് മക്കൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഈ തമിഴ് സിനിമയുടെ ക്ലിപ്പുകളൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര വൈറലാണ്. വലിയ വ്യൂ കൗണ്ടാണ് അതിനൊക്കെ. അപ്പോൾ അതിൽ തമിഴ് ആളുകൾ തന്നെ എഴുതുന്നുണ്ട്, ഇത്രയധികം ഒബ്സർവേഷൻ ഉള്ള ഒരു ആക്ടറിനെ നമുക്ക് തമിഴിൽ പോലും കിട്ടിയിട്ടില്ല. അദ്ദേഹം ഈ ജീവികൾ അനുകരിക്കുന്നതായാലും ശരി, അല്ലെങ്കിൽ ഓരോ മനുഷ്യന്മാരെ അനുകരിക്കുന്നതായാലും ശരി, ഈ ഒബ്സർവേഷണൽ സ്കിൽസ് അദ്ദേഹം അവസാനം വരെയും, അതായത് അദ്ദേഹം സ്റ്റേജിൽ എത്ര നാൾ വരെ ഉണ്ടായിരുന്നു അതുവരെയും അത് കീപ്പ് ചെയ്തിരുന്നു എന്നുള്ളതല്ലേ സത്യം? അതെ സത്യം. ഞങ്ങളിപ്പം ഷോയുടെ സമയത്ത് മണിച്ചേട്ടൻ എൻട്രിയുടെ സമയത്ത് തന്നെ മണിച്ചേട്ടൻ തൃശ്ശൂർ പൂരം ലൈവായിട്ട് ചെയ്യും, പിന്നെ ആന നടക്കുന്ന ലൈവായിട്ട് ചെയ്യും. ഓഡിയൻസ് ചോദിക്കും ഇപ്പോഴും, ആ അവസാനത്തെ ഷോ വരെ പുള്ളി അത് കാണിച്ചിട്ടുണ്ട്. കാല് വയ്യാതിരുന്നപ്പോൾ പോലും മണിച്ചേട്ടൻ അത് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആന നടക്കുന്നത് സ്റ്റൈലും ബാക്ക് തിരിഞ്ഞ് നിന്നിട്ടും തൃശ്ശൂർ പൂരം ഒക്കെ അത് പുള്ളി അപ്പോഴും ആ അവസാന നിമിഷം വരെയും ആൾ അതിനുവേണ്ടി ഒബ്സർവ് ചെയ്ത് പുതിയ സാധനങ്ങൾ ആരെ വേണമെങ്കിലും അനുകരിക്കും, എങ്ങനെ വേണമെങ്കിലും അനുകരിക്കും. നമ്മുടെ മാനരസങ്ങളൊക്കെ പുള്ളി ഈസി ആയിട്ട് ഏതെങ്കിലും ഒരു വലിയ സിനിമ ഹിറ്റാവും, അതിലൊരു വില്ലൻ കഥാപാത്രമോ അല്ലെങ്കിൽ ഭയങ്കര കോമിക്കലായിട്ട് ഒരാളൊക്കെ ചെയ്യുന്ന സമയത്ത് ഉടനെ കമ്പാരിസൺ ആയിട്ടുള്ള കുറിപ്പുകളൊക്കെ വരും. ഇത് മണിച്ചേട്ടൻ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കലാഭവമണിയാണ് ഇവിടെയെങ്കിൽ തകർത്തേനെ എന്നുള്ളത്. ഇപ്പോൾ അന്യഭാഷ സിനിമകളായാലും ശരി, മലയാളത്തിലായാലും ശരി, ചില ആക്ടേഴ്സൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കലാഭവമണിയുടെ ട്രേറ്റ്സ് കാണാനുണ്ട്, അടുത്ത കലാഭവമണി ആവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറിപ്പുകളും കമ്പാരിസണുകളും ഒക്കെ കാണുമ്പോൾ എന്താ ജിൻഡോ ചേട്ടന് തോന്നാറ്? അല്ല, എനിക്ക് അതിനോട് വലിയ യോജിപ്പില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഓരോരുത്തർക്ക് ദൈവം ഓരോ കഴിവാണ് കൊടുത്തേക്കുന്നത്. അതിപ്പോൾ ഒരാൾ ചെയ്യുന്ന സാധനം മണിച്ചേട്ടൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടതെല്ലാം ചെയ്തു വെച്ചേക്കുന്നതാണ്. മണിച്ചേട്ടൻ ജമിനിയിലാണെങ്കിൽ പോലും തമിഴിലാണെങ്കിൽ പോലും പല മിമിക്രി ചെയ്ത സാധനം എടുത്തിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് സ്റ്റാർ ആയത്. അപ്പോൾ മണിച്ചേട്ടൻ ചെയ്ത് ഇപ്പോൾ പലരും മണിച്ചേട്ടൻ ഇത് മണിച്ചേട്ടൻ ചെയ്തിരുന്ന നന്നായി, മണിച്ചേട്ടൻ ചെയ്തിരുന്നെങ്കിൽ നന്നായി എന്ന് പറഞ്ഞാൽ മണിച്ചേട്ടൻ അത് ചെയ്തു വെച്ചേക്കുന്നുണ്ടാണ്. പക്ഷെ നമ്മളത് വേറൊരാൾ ചെയ്യുമ്പം, അതിപ്പോൾ ഓരോരുത്തർ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പം നമുക്ക് മണിച്ചേട്ടൻ അത് ആ പുള്ളി കറക്റ്റാണത്. ചിലപ്പോൾ ഫിഗർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മാനറിസം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹൈറ്റ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡയലോഗ് പ്രസൻറ്റേഷൻ കൊണ്ടായിരിക്കാം. പക്ഷേങ്കിൽ അത് ഓരോരുത്തർക്കും ഓരോ ഇതാണ്. അതിപ്പോൾ എന്താ പറയുക, അത് എനിക്കങ്ങനെ ഒരു ഇതായിട്ട് തോന്നുന്നില്ല അതിന്. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഇപ്പോൾ വിഷ്ണു ഞാനും കൂടെ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ വിഷ്ണു ചോദിക്കുന്ന സ്റ്റൈല് തൃശ്ശൂർ ഇച്ചിരി സ്ലാങ് ഉണ്ട്. ഞാൻ സംസാരിക്കുന്നത് സാധാരണ ഒരു ന്യൂട്രൽ സ്ലാങ്ങിലാണ്, ഒരു ഇതാണ്. പക്ഷെ ഞാൻ കോഴിക്കോടുകാരനാണ്. എനിക്കറിയാം കോഴിക്കോട് ഭാഷ വെച്ചിട്ട് അവതരിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അവതാരകനാവൂല. അത് വേറെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് കറക്റ്റ് ആയിരിക്കും. ഞാൻ തുടങ്ങിയ സമയത്ത് ചിലപ്പോൾ അത് പറ്റത്തില്ല, അച്ചടി മലയാളം പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അത് ഓരോ ഇതാണ് വ്യത്യാസങ്ങൾ. അത് എനിക്കതിൻ്റെ അത് വലിയ ഇതായിട്ട് തോന്നുന്നില്ല. കാരണം മണിച്ചേട്ടൻ ഓൾറെഡി പല ക്യാരക്ടറും ചെയ്തു വെച്ചു. ഇപ്പോൾ വരുന്ന ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അവരവരുടേതായ ഒരു കഴിവാണ്, അവർക്കും അതൊരു ഇതുണ്ട്, ഒരു സ്റ്റാർഡം ഉണ്ട്. ആ സാധനം കൊണ്ടല്ല അവർ സ്റ്റാർ ആവുന്നത്, അല്ലെങ്കിൽ അവരത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടത് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്, അത് കമ്പാരിസൺ ചെയ്യണമെന്നില്ല. ഈ രൗദ്രത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പല സിനിമകളിലൊക്കെ അങ്ങിങ്ങായിട്ട് ചെറിയ ചെറിയ പ്രസൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. മനസ്സിൻ്റെ ഉള്ളിൽ എന്താ വിചാരിക്കുന്നത്? അതായത് നമ്മൾ ഇപ്പോൾ കോട്ടയം നസീറിന് ഒരുപാട് കാലം സ്റ്റേജ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ലേറ്റ് 40s അദ്ദേഹത്തിന് ഒരു ക്രാക്ക് വരുന്നത് റോഷാക്കിന് ശേഷം. അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവും, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കലാഭവൻ ജിൻഡോ ഉണ്ടോ? പിന്നെ ഉണ്ടോന്നോ, അതിനുവേണ്ടി ഇപ്പോഴും അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറേ സിനിമ എല്ലാവരുമായിട്ടും എനിക്ക് പരിചയമുണ്ട്, എല്ലാവരും എനിക്കറിയാം. ഞാൻ എവിടെ ചെന്നാലും എന്നെ അറിയാം എല്ലാവർക്കും. പേര് പല പേരുകളിട്ട് വിളിക്കുമെങ്കിലും ജിൻഡോ എന്ന് ചിലപ്പോൾ ചിലപ്പോൾ ഷിൻഡോ എന്ന് വിളിക്കും. ഞാൻ പറയും ഷിൻഡോ അല്ല ജിൻഡോ ആണ്, എങ്ങനെങ്കിലും ജിൻഡോ എന്നാലും അറിയാം. അപ്പം പിന്നെ ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇച്ചിരി വെളുപ്പും സൗന്ദര്യവും കൂടിപ്പോയോണ്ട് വർക്ക് കിട്ടാത്ത ആളാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. കാരണം എല്ലാവരുമായിട്ട് കണക്ഷനുണ്ട്, എല്ലാവരും അറിയാം. പക്ഷെ നമ്മളൊരു വേഷം ചോദിച്ച് ചെല്ലുമ്പം വിളിക്കണം, അടുത്തേൽ വിളിക്കാം, കിട്ടും, അടുത്തേലും ഉണ്ടാവും. പക്ഷെ അങ്ങനെ എനിക്ക് ഇപ്പോൾ അടുപ്പിച്ച് കുറേ പടങ്ങൾ ഞാൻ ചെയ്തു. മാളികപ്പുറം ചെയ്തു, പിന്നെ CBI 5 ചെയ്തു, ഇപ്പോൾ ഇറങ്ങിയ പടം മച്ചാൻ്റെ മാലാകയിലുണ്ട്, ഇപ്പോൾ ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയിലുണ്ട്. എല്ലാത്തിലും വേഷമുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു നല്ലൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷത്തിലേക്ക് എത്താൻ ഇനിയും കഷ്ടപ്പെടണം. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെയെങ്കിലും എത്തി. ഇനിയും നമുക്ക് ഇപ്പോഴും ഞാൻ ചാൻസ് ചോദിക്കുന്നുണ്ട്, എല്ലാവരെയും വിളിക്കും, എല്ലാവരുടെ അടുത്തും ചാൻസ് ചോദിക്കാൻ പോകും, എല്ലാ ലൊക്കേഷനിലും പോകും.
അങ്ങനെ ഞാനിപ്പോൾ ഇപ്പോഴും ഇത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് വേറെ എൻ്റെ ജോലി ഇതാണ്, എൻ്റെ ഫീൽഡ് ഇതാണ്, എനിക്കിത് വിട്ടിട്ട് വേറൊരു പണിക്കും പോകാറില്ല. അപ്പം ഞാൻ നാട്ടിൽ പോയി കൃഷി ചെയ്ത് ജീവിക്കാനും നാട് വിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനി ഇത് വിട്ടിട്ട് അങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് എൻ്റെ മിമിക്രി, കോർഡിനേഷൻ, ആങ്കറിങ്, അഭിനയം, പ്രൊഡക്ഷൻ വരെ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഞാൻ പ്രൊഡക്ഷൻ ചെയ്യാൻ നമ്മൾ എന്തും ഞാൻ ചെയ്യാത്ത ജോലികളില്ല. എൻ്റെ 15-ാം വയസ്സ് മുതൽ ഞാൻ അതുപോലത്തെ ജോലികൾ ചെയ്തു വന്നേക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് എന്ത് ജോലിയും ചെയ്യുന്നതിനോട് ഒരു മടിയില്ലാത്ത ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ട് ആ വഴി ഇനി സിനിമയിലേക്ക് കയറാം. സത്യമായിട്ട് ഞാനിപ്പോൾ അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജോലിക്ക് കയറി അപ്പോൾ അഭിനയിക്കുന്ന ഒരാളായിട്ട് ഒരു ജോലിക്ക് കയറ്റുമില്ല നമുക്കറിയാം. പ്രൊഡക്ഷനിൽ കോർഡിനേറ്ററായിട്ടോ ഇഷ്ടംപോലെ ഉണ്ട്. അത് ഈ ഫീൽഡിൽ ഒത്തിരി ജോലികളുണ്ട്, പല മേഖലയിൽ പല ജോലിയുണ്ട്. നമുക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ജോലി ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കാത്തതുകൊണ്ടാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ്. ഇത് എവിടെ ക്ലിക്കാവുന്ന അവിടെ കൂടും. ഈ അദ്ദേഹം കലാഭവൻ ചേട്ടൻ തന്നെ ന്യൂ ജനറേഷൻ സിനിമകളെ വിമർശിച്ചൊരു ഇതുണ്ട്. ന്യൂ ജനറേഷൻ സിനിമകൾക്ക് പ്രശ്നമുണ്ട്, പക്ഷെ നല്ല സിനിമകൾ എടുക്കുന്നവരുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അമൽ നീരദിന്റെ കൂടെയുള്ള അസോസിയേഷനൊക്കെ പുള്ളി ഒരുപാട് ആസ്വദിച്ച് ചെയ്തൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ, അതായത് 12 തൊട്ടിട്ട് മലയാള സിനിമ വല്ലാത്തൊരു ഷിഫ്റ്റിലേക്ക് പോയിരുന്നു. അങ്ങനെ പുതിയ സിനിമ സങ്കേതങ്ങളോടൊരു അകൽച്ച ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു ഒന്നുമില്ല. മണിച്ചേട്ടൻ്റെ അടുത്ത് കഥ പറയാൻ വരുന്ന എല്ലാവരെയും പുള്ളി കഥ കേൾക്കും. നമ്മൾ പ്ലാൻ ചെയ്യും, അത് നോക്കാം നമുക്ക്. മണിച്ചേട്ടൻ ഇന്ന ക്യാരക്ടറും നായകൻ ചെയ്യണമെന്നൊന്നുമില്ല. വില്ലനായിട്ട് പോവും, കൊമേഡിയനായിട്ട് പോവും. അല്ല തമിഴ് എനിക്ക് വന്ന സിംഗം 3-ലൊക്കെ വിളിക്കാൻ വേണ്ടി അവർ വന്ന് ഡേറ്റ് ക്ലാഷ് ആയതുകൊണ്ടാണ്. സിംഗം 3-ൽ മണിച്ചേട്ടനായിരുന്നു വില്ലൻ വരേണ്ടത്. അപ്പോൾ അവർ ചാലക്കുടി വന്നിട്ട് 2 ദിവസം വെയിറ്റ് ചെയ്തു, പക്ഷെ ഡേറ്റ് കൊടുക്കാനില്ല. ആ സമയത്തൊക്കെ വേറെ ഏതൊക്കെയോ പടങ്ങൾ കമ്മിറ്റ് ചെയ്തതും ഇറങ്ങാനുള്ള പടങ്ങളും പരിപാടിയും നേരത്തെ ആദ്യം എടുക്കുന്നതിൽ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ക്ലാഷ് ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് മണിച്ചേട്ടൻ അതിന് വേണ്ടിയിട്ട് മാറി എന്ന് ഉള്ള ഇതൊന്നുമില്ല. പുള്ളിക്ക് എല്ലാവരും എത്രയോ പേര് പുള്ളിയെടുത്ത് ആ സമയത്തൊക്കെ കഥ പറയാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരുമായിരുന്നു. മണിച്ചേട്ടൻ ഇതാണ് ക്യാരക്ടർ ചെയ്യണം, ആരെ നോന്ന് പറഞ്ഞ് പുള്ളി വിടുകയായിരുന്നു. ഈ അമൽനിരുദ്ധമായിട്ടുള്ള അസോസിയേഷനെ പറ്റി പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള ഒരാളാണ്. നല്ലതായിരുന്നു. ഞാൻ ലൊക്കേഷനിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ബാച്ചലർ പാർട്ടിയിൽ അവിടെ ഫോട്ടോ മറ്റേ ഇവിടെ കളപ്പുരയ്ക്കൽ ആ വീടിൻ്റെ അവിടെ ആ സ്ഥലത്ത് ഒരു സ്ഥലത്ത് മട്ടാഞ്ചേരി സൈഡിൽ. പക്ഷെ ഭയങ്കര ആസ്വദിച്ച് നല്ല രസമായിട്ടായിരുന്നു മണിച്ചേട്ടൻ ഇതൊക്കെ ഇട്ട്. എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിരുന്നു ആള് ആ സമയത്ത്. ആ പടമൊക്കെ ആസ്വദിച്ച് ചെയ്യുന്ന പടം. കാരണം ഭയങ്കര ഓടിപ്പിടിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റൈലിഷ് ഒരു ഷോട്ട് എടുത്ത് നിന്ന് ആസ്വദിച്ച് അത് കണ്ടു നോക്കി. ആള് തന്നെയാണ് അന്ന് ക്യാമറയും ചെയ്യുന്നത്, അമൽ സാർ തന്നെയാണ് ക്യാമറയും ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ ആസ്വദിച്ച് അത് രസമായിട്ട് ഇങ്ങനെ നിന്ന് ഭയങ്കര ഹാപ്പി. നൈറ്റൊക്കെ ആയിരുന്നു ഷൂട്ടും. അപ്പോൾ പുള്ളി അവിടെ ഉണ്ടാവും. ഇവർ റഹ്മാൻ സാറ്, മണിച്ചേട്ടൻ, അന്ന് ഞാൻ ചെല്ലുമ്പോൾ ഇന്ദ്രജിത്തേട്ടനും മണിച്ചേട്ടനും റഹ്മാനൊക്കെ അവിടെ ഉള്ളത്. പക്ഷെ അവർ ഭയങ്കര എല്ലാവരും ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നൈറ്റാണ് ഷൂട്ട് നടക്കുന്നത്. പക്ഷെ എനിക്കത് വലിയ ഇതായിട്ട് തോന്നില്ല. മണിച്ചേട്ടൻ ഭയങ്കര ആസ്വദിച്ച് തന്നെ അതൊക്കെ. ഈ അദ്ദേഹം വിനായകന് ഒരുപാട് സിനിമകളിൽ ചേട്ടൻ അനിയൻ വേഷങ്ങൾ ചെയ്തിരുന്നല്ലോ. വിനായകനോട് പറ്റി ആ സമയത്ത് മണിച്ചേട്ടൻ ജിൻഡോ ചേട്ടനോട് എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടില്ല? ഷെയർ ചെയ്തിട്ടില്ല. വിനായകനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരെല്ലാവരും അവർ പക്ഷേ അങ്ങനെ നമ്മളോട് വേറെ ഇതൊന്നുമില്ല, ഇഷ്ടമായിരുന്നു എന്നറിയാം. ഷെയർ ഒന്നും ചെയ്തിട്ടില്ല. ആരെക്കുറിച്ച് അങ്ങനെ ഷെയർ ചെയ്യാറില്ല. ഒരാളെ പറ്റിയുള്ള അഭിപ്രായം അങ്ങനത്തെ ഒന്നും പറയില്ല. സമയമില്ല, ഓരോ തിരക്ക്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ പാടിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ എന്തെങ്കിലും നിൽക്കുമ്പോൾ തന്നെ കുറേ ആൾക്കാർ വരികയാണ്. നമ്മൾ മിണ്ടാറൊന്നുമില്ല, നമ്മളിങ്ങനെ സൈഡിൽ പോയി ഇങ്ങനെ നിൽക്കുള്ളൂ. കാരണം അവിടെ അത്ര ആൾക്കാർ കാണാൻ വരുന്നു, പ്രശ്നങ്ങൾ പറയാൻ വരുന്നു, മണിച്ചേട്ടാ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാൻ പറ്റുന്നു. അങ്ങനെയുള്ള ആൾക്കാർ അവിടെ കൂടുതലും. മണിച്ചേട്ട ഷൂട്ടിംഗ് ഇല്ല, പ്രോഗ്രാം ഇല്ല, പാടിയിലുണ്ടെന്ന് അറിഞ്ഞാൽ പോക്കാണ്. ഒരു ജില്ല മുഴുവനിടെ ഉണ്ടാവും പാട്ട് പാടാനും അതും ഇതും കുറേ കാസറ്റുമായിട്ടും അങ്ങനെ ഇങ്ങനെ ഒത്തിരി ആൾക്കാരാണ്. അപ്പം നമ്മൾ ഫ്രീ ടൈമിൽ സംസാരിക്കുക എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ, ഒഫീഷ്യൽ കാര്യങ്ങൾ ഇവിടെ അതൊന്ന് വിളിച്ചാൽ ഫോണൊന്ന് വിളിച്ച് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ളതേ ഉള്ളൂ. അല്ലാതെ പേഴ്സണൽ സംസാരിച്ച് ഇടാ ഒന്നും ആ പരിപാടിയില്ല. ഒരാളുടെ കുറ്റമേ പറയില്ല പുള്ളി, ഒരാളുടെ കുറ്റമേ പറയില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ. എല്ലാവരും ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അത്രയും. ഈ തമാശകൾ എഴുതുന്ന ആളുകൾക്കൊക്കെ ഇന്ന് എന്താ പറയുക, ഒരാളെ ഇപ്പോൾ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് തമാശ എഴുതാൻ പറ്റില്ല, പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം നമ്മുടെ തമാശകൾ, ആരെയും വേദനിപ്പിക്കരുത്. അതിനപ്പുറത്തേക്ക് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ നിയമപരമായിട്ട് പോലും, ഇപ്പം ഒരു ജാതകം എന്നുള്ള സിനിമയിൽ പോലും അത് നിയമപരമായിട്ട് പോലും ആ സിനിമയ്ക്ക് അതിൻ്റെ കാര്യങ്ങളോട് കടന്നു പോകേണ്ടി വരുന്നുണ്ട്. അപ്പം ഇന്നിപ്പോൾ തമാശ എഴുതാനും അവതരിപ്പിക്കാനും ഒക്കെ പണ്ടത്തതിനേക്കാൾ വെച്ച് ശ്രമകരമാണോ? ഇപ്പൊ തമാശ ആൾക്കാർക്ക് ഒന്നാമത് നമ്മുടെ ഫോണിലുണ്ടല്ലോ, ഒറ്റ ഞെക്കിന് കിട്ടും. റീൽസ് മാത്രമല്ല, ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ പ്രേമലൂരിൽ ഒരു സാധനം കാണിക്കുന്നുണ്ടല്ലേ, മറ്റവൻ സാധാരണ നാട്ടിൻപുറത്തെ കോമഡി പറഞ്ഞപ്പം ജൈവനെന്താ ചെയ്തേ, മൊബൈലിൽ നോക്കിയിട്ട് എടുക്കുകയാണ്. അതാണ് കാലഘട്ടം. പണ്ടങ്ങനെ ഒന്നുമില്ല. പണ്ട് നമ്മൾ പറയുന്ന കോമഡി ആയിരുന്നു.
മണിച്ചേട്ടൻ ലൈവ് സ്റ്റേജിൽ ഇപ്പോൾ ആദർശിക്കാൻ മണിച്ചേട്ടൻ അവരുടെ കാസറ്റുകൾ മാത്രം എടുത്താൽ ആദർശിക്കയുടെ കാസറ്റ് അത് ലൈവ് പോകുന്ന സാധനമാണ്, അത് തന്നെ ഉണ്ടായി വരുന്നതാണ്. അത് ആ ഒരു കാലഘട്ടം ഇപ്പം കഴിഞ്ഞു. ഇപ്പം എഴുതി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യം. ഇപ്പം മറ്റുള്ളവരെ കളിയാക്കുക എന്നുള്ളതാണ് കോമഡി. ഓക്കെ, ഞാൻ വിഷ്ണുവിനെ കളിയാക്കിയ ആൾക്കാർ ചിരിക്കും, എന്നെ കളിയാക്കിയ ആൾക്കാർ ചിരിക്കും. നമ്മൾ നമ്മളെ തന്നെ കളിയാക്കിയിട്ടാണ് സ്റ്റേജ് പിടിച്ചിരിക്കുന്നത്. മനസ്സിലായി? അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം. പണ്ടങ്ങനെ ആയിരുന്നില്ല. പണ്ട് വാ തുറന്ന കൗണ്ടറായിരുന്നു. അപ്പം അതിനൊരു പ്രശ്നം വന്നിട്ടുണ്ട്. കോമഡി എഴുതി ഫലിപ്പിച്ച് വിജയിപ്പിക്കുക എന്ന് പറയുന്ന വലിയ സംഭവം തന്നെ. ചാനൽസിനകത്തെ ഈ കോമഡി പ്രോഗ്രാംസിന്റെ എണ്ണം ഒരുപാട് കൂടിയല്ലോ. പോലെ അത് കോമഡി സിനിമകളെ ബാധിച്ചു എന്ന് തോന്നുന്നുണ്ടോ? കാരണം അവിടെയും കുറെ കോമഡി ഉണ്ട്, എന്നാൽ സിനിമയിലും അത് അപ്പോൾ വരുന്നില്ല. അങ്ങനെ ആ സിനിമകളെ അത് ബാധിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമുക്ക് സിനിമയിലെ കോമഡികൾ വേറൊരു ഇതും, സ്റ്റേജ് കോമഡി, ആക്ഷൻ കോമഡി വേറൊരു ഇതുമായിരുന്നു. സ്റ്റേജിൽ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആക്ഷനും കൂടെ ഉണ്ടെങ്കിൽ അത്ര പുറകിലിരിക്കുന്നവർക്ക് മുതൽ ഈ ഫ്രണ്ടിലിരിക്കുന്നവർക്ക് വരെ കിട്ടുള്ളൂ. സിനിമ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് ഒരു ഡയലോഗിൽ കിട്ടും. ഇപ്പോൾ സലീം കുമാറേട്ടൻ്റെയും ഹനീഫിക്കയുടെ ഒക്കെ സിനിമകൾ, അവരുടെ സിനിമകളൊക്കെ എടുത്ത് നോക്കി അറിയാം, ഓഫ് സൈഡിലാണ് അവർ ഡബ് ചെയ്തേക്കുന്നത്. ഇത് വിഷ്വലിൽ ലിപ്പിലൊന്നുമല്ല. എത്രയോ ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഒക്കെ നമ്മൾ ചിരിച്ചേക്കുന്ന ഒക്കെ മുഴുവൻ അങ്ങനത്തെ സാധനങ്ങളാണ്. പുലിവാൽ ഷാഫി സാറിൻ്റെ പടമൊക്കെ എടുത്തോ, പുലിവാൽ കല്യാണത്തിലേക്ക് എന്തോരം കൗണ്ടറുകൾ പുറകിൽ, ആ പാലാരിവട്ടം ശശി എന്നൊക്കെ പറയുന്നത് ഒന്നും അവരുടെ ഫേസിലല്ല, അതൊക്കെ പോകുന്ന വഴിക്ക് പറഞ്ഞു. അങ്ങനത്തെ സാധനമൊക്കെ അത് അവിടെ ആ സിനിമയ്ക്ക് പറ്റും. പക്ഷെ അത് സ്റ്റേജിൽ പറ്റത്തില്ല. സ്റ്റേജിൽ സ്റ്റേജിൻ്റെതായ കോമഡികൾ തന്നെ എഴുതി ആക്ഷൻ കോമഡി റിഹേഴ്സൽ ചെയ്ത് അത് എടുക്കുമെന്ന് വരെ നോക്കിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അങ്ങനെ ഒരു സ്കിറ്റ് കളിക്കുക എന്നുള്ള സാധനവും അങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറവാണ്. സ്കിറ്റ് എല്ലാവരും വൺ മാൻ ഷോയിലേക്ക് മാറി, ഇൻഡിവിജ്വൽ പെർഫോമിംഗ് ആയി. സ്റ്റാറുകൾ അനുകരിക്കുക, വെറൈറ്റികൾ കൊണ്ടുവരിക. സ്കിറ്റ് കളിക്കുന്ന ടീമുകൾ ഇപ്പോൾ സ്കിറ്റ് കളിച്ചാൽ നല്ല കോമഡി ഉണ്ടാവണം, അല്ലെങ്കിൽ മൊത്തം ഇന്റർമീനിങ് സാധനമാണ്. ഇന്റർമീനിങ് സാധനമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം. അതുകൊണ്ട് പല സ്ഥലത്തും സ്കിറ്റ് വേണ്ടാട്ടോ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. അത് സ്കിറ്റ് വേണ്ട, അല്ലാതെ വെറൈറ്റി എന്തൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ വെറൈറ്റി കിട്ടുന്ന ആൾക്കാരെ മാത്രം വിളിക്കാൻ തുടങ്ങി. സ്റ്റാൻഡപ്പ് ഒക്കെ കോമഡി. അപ്പോൾ സ്റ്റാൻഡപ്പും ഇപ്പം ഏറ്റവും കൂടുതൽ മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇത്. മഹേഷ് കുഞ്ഞുമോൻ എന്ത് കാണിച്ചാലും അവനപ്പോൾ റെഡിയാണ്. അവനങ്ങനത്തെ ഒരു മനുഷ്യനാണ്. മഹേഷ് കുഞ്ഞുമോനുണ്ട്, ഒരു അശ്വന്തുണ്ട്. അശ്വന്ത്, മഹേഷ് കുഞ്ഞുമോൻ, സിദ്ദീഖ്, അങ്ങനെ അഖില്, അങ്ങനെ കുറേ പേര് ഈ ഫ്ലവേഴ്സിൽ നിന്ന് വന്ന കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാം കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ, പ്രതിഭാശാലികളാണ്. അയ്യോ ഒരു രക്ഷയില്ല. പണ്ട് നമ്മൾ നസീർക്കയുടെ മിമിക്രിയും കോട്ടൻ നസീർക്കയുടെ മിമിക്രിയും, നസീർക്കായിരുന്നു മിമിക്രിയുടെ സുൽത്താൻ, മിമിക്രിയുടെ സുൽത്താൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നസീർക്ക് തന്നെ കേട്ടോ. നസീർക്ക് കേട്ടോ, നസീർക്ക ഞാൻ വെറുതെ പറഞ്ഞോട്ടോ.